ഹലോ, ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൻഡോമെട്രിയോസിസ് എന്നൊരു അവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ ഇതിന് ആയുർവേദ ചികിത്സയുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ഇത് ചികിത്സിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഹെവി ബ്ലീഡിങ്ങും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് ആളുകളിൽ കാണപ്പെടാറുണ്ട്. എന്തിന് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ ഒരു കാരണമായേക്കാവുന്ന ഒരു രോഗം കൂടിയാണ് എൻഡോമെട്രിയോസിസ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ഗർഭാശയത്തിന്റെ ഉള്ളില്, യൂട്രസിന്റെ ഉള്ളില് 8 മില്ലിമീറ്ററിൽ ഒരു ലെയർ രീതിയിൽ വളർന്നു വരും. അത് മാസം തോറും നമുക്ക് പീരീഡ്സിന്റെ സമയത്താണ് ആ ലൈനിങ് വരുന്നത്. അപ്പൊ അത് എൻഡോമെട്രിയത്തിലെ ബ്ലഡ് കംപ്രഷൻ ആയിക്കൊണ്ട് ഈ യൂട്രസിന്റെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഇത് ഏതിനെയൊക്കെയാണ് ലൈൻ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഏതിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പൊ ഇതൊരു ഫെവിക്കോള് പോലെയാണ്. ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഓവറിയിൽ ഒട്ടിപ്പിടിക്കാം, യൂട്രസിൽ ഒട്ടിപ്പിടിക്കാം, ഫെലോപ്പിയൻ ട്യൂബിൽ ഒട്ടിപ്പിടിക്കാം, അതുപോലെ തന്നെ നമുക്ക് റെക്റ്റത്തിൽ ഒട്ടിപ്പിടിക്കാം, ലാർജ് ഇൻഡസ്റ്റൈനിലൊക്കെ ഇത് ഒട്ടിപ്പിടിക്കും. ഫെവിക്കോള് പോലെ എല്ലാത്തിലും ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പീരീഡ് സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. പീരീഡ് സമയത്ത് മാത്രമല്ല, ഓവുലേഷൻ ടൈമിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. എല്ലാത്തിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന സമയത്ത്, പീരീഡ്സിന്റെ ബ്ലഡ് വരുന്ന സമയത്ത് ഭയങ്കര അത് പിടിച്ച് അവിടെ നിന്നും നമുക്കൊരു ബലമുണ്ടാവും. ആ ഭാഗത്തുനിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നല്ല രീതിയിൽ ഇതിനെ വലിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. ഒരുപാട് ചെറിയ പെൺകുട്ടികളാവട്ടെ സ്ത്രീകളാകട്ടെ ഇത് അനുഭവിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണിത്. അപ്പൊ ഇതില് പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം, അത് സാധാരണ നമുക്ക് രക്തസ്രാവം ഉണ്ടാകുന്നത് യൂട്രസിൽ ഉണ്ടാകുന്ന ചില കൺട്രാക്ഷൻസ് മൂലമാണ് നമുക്ക് ഈ രക്തസ്രാവം ഉണ്ടാകുന്നത്. അപ്പൊ അത് പുറത്തേക്ക് തള്ളിക്കളയുന്നതാണ് അല്ലെ. അങ്ങനെയാണ് ആ രക്തം പുറത്തേക്ക് തള്ളിക്കളയുന്നത്. പക്ഷെ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫെവിക്കോളിന്റെ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചുവലി നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടാണ് അവിടെ സിവിയാരിറ്റി, ആ പെയിനിന് അത്രയും സിവിയാരിറ്റി വരുന്നത്. പിന്നെ മറ്റു ലക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഛർദി ഉണ്ടാവാം, അതുപോലെ തലവേദന അനുഭവപ്പെടാം, അടിവയറ്റില് വേദന ഉണ്ടാകാം, വയറിളകാം, അതുപോലെ നട്ടല് വേദന ഉണ്ടാകാം, കാലിലൊക്കെ നമുക്ക് കഴപ്പ്, തരിപ്പ്, വേദനകള്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണാം. ഓക്കെ. അപ്പൊ ഇതില് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് സാധാരണയായിട്ട് അവർ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെയാണ്, അല്ലെ, ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവസരത്തില് ഇത് എൻഡോമെട്രിയോസിസ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അതിൽ മുഴുവൻ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അത് മുഴുവൻ കളയും. പക്ഷെ നിർഭാഗ്യവശാല് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും ഇത്. അപ്പൊ വീണ്ടും വന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പല രോഗികൾക്കും വരാറുണ്ട്. അതുപോലെ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, ഇതൊക്കെ റിമൂവ് ചെയ്യേണ്ട രീതിയിലേക്ക് വരും. അത് ഒരു നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്നൊരു അവസ്ഥയിലേക്ക്, സീരിയസ് കണ്ടീഷനിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ചികിത്സ എൻഡോമെട്രിയോസിസിന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നതാണ്. നമുക്ക് നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ ഇത്തരം ഓവറി ആയാലും യൂട്രസ് ആയാലും ഫെലോപ്പിയൻ ട്യൂബുകളൊക്കെ ആണെങ്കിൽ എടുത്തു കളയാതെ ഇരിക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു ഇതിനായാലും അതുപോലെ തന്നെ സെക്ഷൽ ലൈഫിന് വേണ്ടിയിട്ടായാലും അതുപോലെ റിപ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഇത് എടുത്തു കളയാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മുൻപ് തന്നെ ചികിത്സിക്കുക. ആയുർവേദത്തിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മളിവിടെ അപാനബാധയുടെ ആ ഒരു അഗ്രിവേഷൻ ഒക്കെ കുറച്ച് ശമനൌഷധീസ് ഒക്കെ കൊടുത്ത് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കളയാൻ, ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പലതരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ അതിന് ഉപയോഗിക്കാറുണ്ട്. മൃദുവിരേചനം നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ബസ്തി പോലത്തെ ട്രീറ്റ്മെന്റ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ പലതരത്തിലുള്ള ചികിത്സാ രീതികള് ഉള്ളിൽ ശമനൌഷധീസുകളാന്ന് വെച്ചാല് നമ്മൾ വാതഹരമായിട്ടുള്ള ഔഷധങ്ങളായാലും കഫഹരമായിട്ടുള്ള ഔഷധങ്ങളായാലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഓരോ അവസ്ഥകൾ അനുസരിച്ച് ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ ദോഷപ്രകൃതി, ശരീരപ്രകൃതി, രോഗാവസ്ഥ അനുസരിച്ച് ഒക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദത്തില് വളരെ മുൻപ് തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെക്യുലിയർ ഫീച്ചറാണ് ഭയങ്കരമായിട്ടുള്ള വയറുവേദന എന്ന് പറയുന്നത്. പീരീഡ്സ് പെയിൻ ആ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോകാനായിട്ട് നമ്മളുടേതായ ചില ഔഷധങ്ങളുണ്ട്. അത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരും. അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ വേദനയൊക്കെ കുറയ്ക്കാനും പീരീഡ്സ് നല്ല രീതിയിൽ നോർമലൈസ് ആവാനായിട്ടും ഹെവി ബ്ലീഡിംഗ് ഒക്കെ മാറാനായിട്ടും ഒക്കെ സഹായിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഡയഗ്നോസ് ചെയ്യണത് ഏറ്റവും മുൻപ് തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക്, അതുപോലെ സ്ത്രീകൾ, ഞാൻ ഗേൾസ് എന്ന് പറയാൻ കാരണം പാരന്റ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം അവർക്ക് വളരെ ഇങ്ങനെ പീരീഡ്സിന്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന കുട്ടികൾ പറയുന്നുണ്ട്. അല്ല, മുതിർന്ന സ്ത്രീകളായാലും അവർക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം ഇത് എൻഡോമെട്രിയോസിന്റെ ഒരു വലിയ ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് വേദന നമുക്കറിയാലോ, വളരെ ചെറിയൊരു പെയിൻ എങ്ങനെയാണെന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എങ്ങനെയാണെന്നും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം വേദനകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടണം. അതായത് പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുൻപേ തുടങ്ങുന്ന ഈ വേദന, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കൊക്കെ മുൻപ് തുടങ്ങുന്ന ഈ വേദന പീരീഡ്സ് കഴിഞ്ഞിട്ടും ദിവസങ്ങളോളം നീളുന്നുണ്ടാകും. ചിലർക്ക് പീരീഡ്സിന്റെ രണ്ടാമത്തെ ദിവസത്തോടൊക്കെ കൂടി അത് കുറയുന്നതായിട്ട് കാണും. അങ്ങനെ പല രീതിയിലും ഇത് കാണാറുണ്ട്. അപ്പോൾ അത്തരം വേദനകളുള്ള, അതുപോലെ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഔഷധങ്ങൾ, അതിന്റെ ചികിത്സകൾ തേടേണ്ടതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരു അവയർനെസ് എന്ന രീതിയിൽ എൻഡോമെട്രിയോസിസ് എന്നതിൽ ആയുർവേദത്തിന്റെ എന്ത് ചികിത്സാ രീതികളാണ് നമ്മൾ ഇവിടെ അവലംബിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എൻഡോമെട്രിയോസിന്റെ ചികിത്സ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നിങ്ങളെ ആയുർവേദത്തിലൂടെ ഇത്തരം ബുദ്ധിമുട്ടിൽ നിന്ന് മറികടക്കാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും. അതിന് താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.